ഈ ജാതകക്കാരന് വിവാഹമത്ര എളുപ്പമല്ല. എളുപ്പമല്ല എന്നല്ല, നടക്കാൻ സാധ്യത കാണുന്നില്ല. വലിയേടൻ തിരുമേനിയുടെ വാക്കുകൾ ഉൾക്കിടിലത്തോടെയാണ് മഹേശ്വരനും പാർവതിയും കേട്ടത്. കാരണം വലിയേടൻ തിരുമേനിയുടെ രാശിപ്പലകയ്ക്ക് അണുവിട പിഴയ്ക്കാറില്ലെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും ഉറപ്പാണ്. മേലിടത്തെ മൂത്തവൻ മഹേശ്വരൻ തമ്പിയുടെ ഏകമകൻ മാധവ് മഹേശ്വരൻ്റെ വിവാഹത്തിന് വേണ്ടി മുഹൂർത്തം കുറിക്കാൻ വന്നതാണ് അവർ. എന്താ തിരുമേനി, എന്താ പ്രശ്നം? ഇടർച്ചയോടെ മോഹിനി തമ്പി ചോദിച്ചു. ഈ ജാതകം മഹേശ്വരൻ്റെ മകൻ മാധവൻ്റേതല്ലേ? നരവീണ പുരികമുയർത്തി തിരുമേനി മഹേശ്വരനെ നോക്കി. അതെ, മോഹനൻ ഭവ്യതയോടെ പറഞ്ഞു. കുട്ടിയുടെ ജാതകം എഴുതിയപ്പോളേ ഞാൻ കാര്യങ്ങൾ മഹേശ്വരനോട് പറഞ്ഞിരുന്നതല്ലേ? പിന്നെ എന്താ ഇപ്പോൾ ഒരു സംശയം? തിരുമേനിയുടെ ചോദ്യത്തിന് മുൻപിൽ മോഹനൻ തല താഴ്ത്തി. എന്താ ഏട്ടാ പ്രശ്നം? പാർവതി ഭർത്താവിനെ നോക്കി. ആകെയുള്ള മകൻ്റെ വിവാഹം നടക്കില്ല എന്ന് കേട്ട് അവരും ആകെ തകർന്നിരിക്കുകയാണ്. ഈ ജാതകക്കാരന് ദാമ്പത്യസുഖം നിഷിദ്ധമാണ്. അവൻ്റെ ബ്രഹ്മചര്യം ഭേദിക്കുന്നവൾ മരണപ്പെടും. 3 ആണ്ട് തികയ്ക്കില്ല. തിരുമേനിയുടെ വാക്കുകൾ കേട്ട് പാർവതിയുടെ കാതുകൾ പുകഞ്ഞു. അവൾക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നി. ഇതിന് പരിഹാരമൊന്നുമില്ലേ തിരുമേനി? കണ്ണീരോടെ പാർവതി ചോദിച്ചു. ഇല്ല. ബ്രഹ്മചര്യം ഭേദിച്ച് അവൻ്റെ ഒരു അംശം ഈ ഭൂമിയിൽ പിറവി കൊണ്ടാൽ മാത്രമേ ഈ ദോഷത്തിൽ നിന്നും മുക്തി ലഭിക്കൂ. അല്ലെങ്കിൽ വരുന്ന 7 ജന്മവും ഈ ജാതകക്കാരന് ദാമ്പത്യം അപ്രാപ്തമാണ്. തിരുമേനി ഉറപ്പിച്ചു പറഞ്ഞു. ആകെയുള്ളൊരു ആൺതരിയാണ് തിരുമേനി. അതും വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയത്. ഞങ്ങളുടെ കണ്ണൊന്നടയുന്നതിന് മുൻപ് അവനൊരു ജീവിതമുണ്ടായി കാണണമെന്നാണ് ഞങ്ങളുടെ അവസാന ആഗ്രഹം. മോഹനൻ്റെ കണ്ടമിടറി. അതൊക്കെ ശരിയാണ് മോഹന. പക്ഷേ വിധിയെ തടുക്കാനാകുമോ? പൂർവികരായി ചെയ്തു വെച്ചതിൻ്റെ കർമ്മഫലം തലമുറകൾ അനുഭവിച്ചു തീർക്കുക, അല്ലാതെ വേറൊരു നിവൃത്തിയുമില്ല. നെഞ്ചിൽ പതിഞ്ഞു കിടക്കുന്ന രുദ്രാക്ഷത്തിൽ പിടിച്ചുകൊണ്ട് തിരുമേനി നെടുവീർപ്പിട്ടു. എന്നാലും തിരുമേനി, എത്ര വലിയ ദോഷമാണെങ്കിലും പരിഹാരം കാണാതിരിക്കില്ലല്ലോ. എന്ത് വേണമെങ്കിലും ചെയ്യാം, എത്ര പണം വേണമെങ്കിലും മുടക്കാം. എൻ്റെ മോൻ്റെ ദോഷം മാറണം, അവൻ സന്തോഷത്തോടെ ജീവിക്കണം. മഹേശ്വരൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. പണത്തിനു മേലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ ഈ രാശിപ്പലകയിൽ തെളിയുന്ന സത്യങ്ങൾ തൻ്റെ പണത്തിന് അതീതമാണ്. അതുകൊണ്ട് മേലെടുത്തുകാരുടെ പണത്തിൻ്റെ ഹുങ്ക് എൻ്റെ മുൻപിൽ വിളമ്പരുത്. അമർഷത്തോടെ അദ്ദേഹം പറഞ്ഞപ്പോൾ നിസ്സഹായതയോടെ അയാൾ തല താഴ്ത്തി. തിരുമേനി പൊറുക്കണം, അദ്ദേഹം അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ്. പാർവതി തിരുമേനിക്ക് മുൻപിൽ കൈകൂപ്പി. ഒന്നമർത്തി മൂളിക്കൊണ്ട് അയാൾ രാശിപ്പലകയിൽ വീണ്ടും കവടി നിരത്തി. പ്രാർത്ഥനയോടെ, അതിലേറെ പ്രതീക്ഷയോടെ അവർ അദ്ദേഹത്തെ നോക്കിയിരുന്നു. പ്രതിവിധി ഒന്നും തന്നെ തെളിയുന്നില്ല. ഒന്നുകിൽ ഇതേ ദോഷമുള്ള ജാതകക്കാരിയെ കൊണ്ട് പിടിച്ച് കല്യാണം കഴിപ്പിക്കുക, അല്ലെങ്കിൽ ജീവിതാവസാനം വരെ ബ്രഹ്മചര്യം തുടരുക. അറിഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവനെടുക്കരുത്. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. മോഹനൻ്റെയും പാർവതിയുടെയും പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇരുവരും നിരാശയോടെ നിശ്വസിച്ചു. തിരികെ മേലിടത്തേക്കുള്ള യാത്രയിൽ അവർ നിശബ്ദരായിരുന്നു. മകൻ്റെ വിധിയിൽ ഉള്ളൊരുക്കിക്കൊണ്ടവർ പുറത്തേക്ക് നോക്കിയിരുന്നു. മേലിടത്തെ ഗേറ്റ് കടന്ന് ഇന്റർലോക്ക് പാകിയ വിശാലമായ മുറ്റത്തേക്ക് കടന്നപ്പോൾ തന്നെ ഉമ്മറത്ത് അവരെയും കാത്ത് മോഹനനും ജാനകിയും നിൽക്കുന്നുണ്ടായിരുന്നു. കാറിൽ നിന്നും പുറത്തിറങ്ങിയ പാർവതി കരച്ചിലോടെ അകത്തേക്ക് ഓടിപ്പോയി. ഓപ്പോളേ! കാര്യം അറിയാതെ ജാനകിയും പിറകെ ചെന്നു. എന്താ ഏട്ടാ, എന്താ പ്രശ്നം? ഏട്ടത്തി എന്തിനാ കരഞ്ഞത്? മഹേശ്വരൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മോഹനൻ ചോദിച്ചു. ഒന്നും പറയാതെ അകത്തേക്ക് പോകുകയാണ് അയാൾ. പോയ കാര്യം എന്തായി? നിങ്ങളെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നും പറഞ്ഞ് വിശ്വനാഥൻ 2 തവണ വിളിച്ചിരുന്നു. മോഹനൻ ഏട്ടൻ്റെ ഒപ്പം അകത്തേക്ക് കയറി. നടക്കില്ല മോഹ ആ കല്യാണം. മാധവന് ഈ ജന്മം വിവാഹം വിധിച്ചിട്ടില്ല. ഉള്ളുലയുന്ന സങ്കടത്തോടെ മഹേശ്വർ പറഞ്ഞു. എന്ത്? ഏട്ടൻ പറഞ്ഞത് മനസ്സിലാക്കാത്തതുപോലെ മോഹനൻ അയാളെ തുറച്ചു നോക്കി. തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ അയാൾ മോഹനനോട് പറഞ്ഞു. എല്ലാം കേട്ട് ധരിച്ചിരിക്കുകയാണ് മോഹനൻ. അങ്ങനെയൊരു ജാതകക്കാരിയെ നമുക്ക് അന്വേഷിക്കാം. അദ്ദേഹത്തിൻ്റെ പകപ്പ് മാറിയപ്പോൾ അയാൾ ഏട്ടനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എവിടെയെന്ന് വെച്ച് നമ്മൾ അന്വേഷിക്കുന്നത്? ഇങ്ങനെയൊരു കാര്യമറിഞ്ഞാൽ അവന് കല്യാണമേ വേണ്ടെന്ന് തീരുമാനിക്കും. ഇപ്പോൾ തന്നെ വിശ്വൻ്റെ മോളുടെ കാര്യം നമ്മൾ എത്ര നിർബന്ധിച്ചിട്ടാണ് അവർ സമ്മതിച്ചത്? അയാൾ നെടുവീർപ്പിട്ടു. തൽക്കാലത്തേക്ക് അവൻ ഇതൊന്നും അറിയണ്ട. വേറെ എന്തെങ്കിലും കാരണം പറയാം. അതിനുള്ളിൽ ഇതുപോലെയുള്ള ജാതകമുള്ള പെൺകുട്ടിയെ കണ്ടുപിടിക്കാം. മോഹനൻ അയാൾക്ക് ധൈര്യം പകർന്നു. അങ്ങനെയൊരു ജാതകക്കാരിയെ കിട്ടിയില്ലെങ്കിലോ? തൻ്റെ മകനെക്കുറിച്ചുള്ള ആദി ആ കണ്ണുകളിൽ തെളിഞ്ഞു. അതുമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം. പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം, മോഹനൻ പറഞ്ഞു. ഇങ്ങനെയൊരു ദോഷമുള്ളപ്പോൾ ഏതെങ്കിലും പെൺകുട്ടി അതിന് തയ്യാറാകുമോ? മേലേടൻ തിരുമേനി പറഞ്ഞാൽ അച്ചട്ടാണ്. മരണം സുനിശ്ചയമാണ്. പാർവതിയിൽ നിന്നും കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അങ്ങോട്ട് വന്ന ജാനകി ചോദിച്ചു.
തയ്യാറാകുന്ന പെൺകുട്ടിയെ നോക്കാം. മോഹനൻ പറഞ്ഞത് മനസ്സിലാവാതെ മഹേശ്വറും ജാനകിയും അയാളുടെ പുരികം ചുളിച്ചു നോക്കി. എന്തോ മനസ്സിൽ കണ്ടതുപോലെ മോഹനൻ ദീർഘനിശ്വാസമെടുത്തു. മാധവ് ബാങ്കിൽ നിന്നും ഇറങ്ങി പാർക്കിങ്ങിലേക്ക് നടക്കുമ്പോഴാണ് ആർദ്രയുടെ കോൾ വന്നത്. ഡിസ്പ്ലേയിൽ തെളിഞ്ഞു കാണുന്ന അവളുടെ മനോഹരമായ ഫോട്ടോയിലേക്ക് നോക്കി ചെറുപുഞ്ചിരിയോടെ അവൻ കോൾ അറ്റൻഡ് ചെയ്ത് കാറിലേക്ക് കയറി. ഹലോ. കോൾ അവൻ്റെ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തു. ഹലോ മാധവ്, എവിടെയാ? ആർദ്രയുടെ മൃദുലമായ ശബ്ദം കാറിൽ മുഴങ്ങി. ഞാൻ ബാങ്കിൽ നിന്നിറങ്ങി. റിയൽ മിററിലൂടെ ബാക്ക് നോക്കിക്കൊണ്ടവൻ റിവേഴ്സ് എടുത്തു. ആണോ? ബ്ലൂ ഡ്രോപ്പേഴ്സ് വരെ വരാമോ? എനിക്കൊന്ന് കാണണം, അവൾ പറഞ്ഞു. ഓക്കെ, ഒരു 10 മിനിറ്റ്സ്, മാധവ് പറഞ്ഞു. ഓക്കെ. ആർദ്ര കോൾ കട്ട് ചെയ്തു. തിരക്കേറിയ റോഡിലൂടെ പോകുമ്പോഴാണ് അവൻ ഇന്ന് മുഹൂർത്തമെടുക്കാൻ പോയിട്ട് അച്ഛനെയും അമ്മയും ആരും തന്നെ വിളിച്ചില്ലല്ലോ എന്ന് ഓർത്തത്. അമ്മയെ വിളിക്കാൻ ഫോൺ എടുത്തെങ്കിലും വീട്ടിൽ ചെന്നിട്ട് നേരിട്ട് സംസാരിക്കാമെന്ന് കരുതി ഫോൺ തിരികെ ഡാഷ്ബോർഡിലേക്ക് വെച്ചു. 10 മിനിറ്റ് എന്ന് പറഞ്ഞെങ്കിലും നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് 20 മിനിറ്റിന് ശേഷമാണ് അവൻ ബ്ലൂ ഡ്രോപ്സിൽ എത്തിയത്. ആർദ്രയുടെ കാർ പാർക്കിങ്ങിൽ കണ്ടപ്പോൾ അവൾ എത്തിയെന്ന് അവന് മനസ്സിലായി. തിരക്കൊഴിഞ്ഞ കോർണറിലെ ടേബിളിൽ ഇരുന്നു കൊണ്ടവൾ എൻട്രൻസിൽ നിന്നും കയറി വരുന്ന മാധവിന് നേരെ കൈവീശി കാണിച്ചു. ഹെവി ബ്ലോക്ക് ആയിരുന്നു. അവൾ എതിരെയുള്ള ചെയറിൽ വന്നിരുന്നു കൊണ്ട് അവൻ പറഞ്ഞു. പുഞ്ചിരിയോടെ അവളൊന്നു മൂളി. പക്ഷേ അവളുടെ കണ്ണുകളിൽ എന്തോ ഭയം നിഴലിക്കുന്നത് മാധവ് ശ്രദ്ധിച്ചു. വന്നിട്ട് ഒരുപാട് നേരമായോ? എന്തെങ്കിലും ഓർഡർ ചെയ്തോ? പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് ടേബിളിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു. 10 മിനിറ്റായി വന്നിട്ട്. ഒന്നും ഓർഡർ ചെയ്തില്ല. വന്നിട്ട് ഒരുമിച്ച് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അവൾ സംസാരിക്കുമ്പോൾ തന്നെ അവിടേക്ക് ഓർഡർ എടുക്കാൻ ആൾ വന്നു. രണ്ടുപേരും കോഫിക്കും ബർഗറിനും ഓർഡർ കൊടുത്തു. എന്താ കാണണമെന്ന് പറഞ്ഞത്? വീട്ടിൽ നിന്നും ആരെങ്കിലും വിളിച്ചോ? മുട്ട് കയ്യിൽ കുത്തി മുൻപോട്ട് ആഞ്ഞുകൊണ്ട് മാധവൻ ചോദിച്ചു. മാധവൻ്റെ വീട്ടിൽ നിന്നും ആരും വിളിച്ചില്ല. പക്ഷേ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഗൗരവമുള്ള എന്തോ പറയാൻ പോകുന്നത് പോലെ അവൾ കണ്ണിമ ചിമ്മുകയും കൈവിരലുകൾ തമ്മിൽ കൂട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. മാധവ് കാര്യം എന്താണെന്നറിയാൻ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. അങ്കിളും ആൻറ്റിയും മുഹൂർത്തം നോക്കാൻ പോയത് വല്യേടൻ തിരുമേനിയുടെ അടുത്താണ്. അദ്ദേഹം മാധവൻ്റെ ജാതകത്തിൽ കുറച്ച് ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആർദ്ര വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഓർഡർ ചെയ്ത സാധനങ്ങളുമായി വെയിറ്റർ എത്തി. അതുകൊണ്ട് അവർ നിശബ്ദരായി. എന്ത് ദോഷങ്ങൾ? ചൊവ്വയിൽ ശുക്രൻ കയറിയതോ അതോ ബുധൻ പണി തന്നതോ? എന്താ എൻ്റെ ജാതകത്തിലുള്ള പ്രശ്നം? അല്ലെങ്കിൽ ഇതൊക്കെ അവരുടെ സ്ഥിരം പല്ലവിയാണ്. പൈസ തട്ടാൻ അല്ലാണ്ട് എന്താ? അവൻ പുച്ഛത്തോടെ പറഞ്ഞു. മാധവ്, അങ്ങനെയൊന്നും പറയരുത്. വല്യേടൻ തിരുമേനി അങ്ങനെയുള്ള ഒരാളല്ല. അദ്ദേഹം ഒരിക്കലും പണത്തിന് വേണ്ടി ഒന്നും പറയില്ല. ആർദ്ര പറഞ്ഞു. നീ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? മാധവ് കോഫി ഒന്ന് സിപ്പ് ചെയ്തു. എൻ്റെ വിശ്വാസത്തിനിവിടെ പ്രാധാന്യമില്ല മാധവ്. അച്ഛനും അമ്മയും ആകെ പേടിച്ചിരിക്കുകയാണ്. അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ദോഷം വരുന്ന ഒന്നും അവർ അംഗീകരിക്കില്ല. ആർദ്ര കോഫി കയ്യിലെടുത്തെങ്കിലും കുടിക്കാൻ തോന്നാത്തത് കൊണ്ട് അത് തിരികെ വെച്ചു. നിനക്ക് ദോഷം വരുന്ന കാര്യമോ? അപ്പോൾ ദോഷം എൻ്റെ ജാതകത്തിലല്ലേ? മാധവ് പുരികമുയർത്തി. മാധവ്, നീ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി മരിക്കുമെന്നാണ് ജാതകത്തിലുള്ളത്. ആർദ്ര പറഞ്ഞത് കേട്ട് കുടിച്ചുകൊണ്ടിരുന്ന കോഫി അവൻ്റെ നെറുകയിൽ കയറി. അവൻ അമർത്തി ചുമച്ചു. ആർദ്ര കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ തലയിൽ തട്ടി. കുറച്ചു കഴിഞ്ഞപ്പോൾ മാധവ് ഓക്കെയായി. പക്ഷേ ബാക്കി കോഫി അവൻ കുടിച്ചില്ല. തനിക്കൊന്നും ഒരു ബോധവുമില്ലേ? ഇത്രയൊക്കെ എഡ്യൂക്കേഷനുള്ള നീ ഇതൊക്കെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. പിറകിലേക്ക് ചാരിയിരുന്നു കൊണ്ട് മാധവ് പറഞ്ഞു. ആർദ്ര അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ജനലിനപ്പുറത്തുള്ള റോഡിലേക്ക് നോക്കിയിരുന്നു. ഓക്കെ, എന്താ വേണ്ടത്? കല്യാണം വേണ്ടെന്ന് വെക്കണോ? മാധവ് ഗൗരവത്തിലായി. അയ്യോ മാധവ്, അങ്ങനെയല്ല. എന്തെങ്കിലും പരിഹാരം? ആർദ്ര തല കുടഞ്ഞുകൊണ്ട് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ്? ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട് എന്ന് എനിക്കും തനിക്കും നല്ലപോലെ അറിയാം. ഇതിലൊന്നും സത്യമില്ലെന്ന് ജീവിച്ച് കാണിച്ച് കൊടുത്തുകൊണ്ട് വേണം തെളിയിക്കാൻ. അല്ലാതെ പരിഹാരമെന്ന് പറഞ്ഞ് ആ ഫ്രോഡ്സിനൊക്കെ കാശ് കൊണ്ടു കൊടുക്കാൻ ഞാനില്ല. മുസ്ലിംസും ക്രിസ്ത്യൻസും ഒക്കെ വിവാഹം കഴിക്കുന്നില്ലേ? അവർ ജാതകം നോക്കിയിട്ടാണോ കല്യാണം കഴിക്കുന്നത്? അല്ലല്ലോ. എന്നിട്ടും സന്തോഷത്തോടെ ജീവിക്കുന്ന എത്ര പേരുണ്ട്? എന്താ അവരുടെ ജീവിതത്തിലൊന്നും ഈ ബുധനും ശുക്രനും ചൊവ്വയും ഒന്നും ഇടപെടാത്തത്? ദേഷ്യത്തിൽ മാധവിൻ്റെ ശബ്ദം അറിയാതെ ഉയർന്നു. മാധവ്, പ്ലീസ്. ചുറ്റുമുള്ളവരുടെ ശ്രദ്ധ അവരിലേക്കാണെന്ന് മനസ്സിലായപ്പോൾ ആർദ്ര ശബ്ദം താഴ്ത്തി പറഞ്ഞു. മാധവ് സ്വയം നിയന്ത്രിച്ചു. ആർദ്ര, കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല.
വിശ്വസിക്കുന്നതിൽ എനിക്ക് എതിർപ്പില്ല. പക്ഷേ ഇതുപോലെ അന്ധവിശ്വാസങ്ങളുമായി എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിൽ താല്പര്യമില്ല. മനപ്പൊരുത്തമുണ്ടെങ്കിൽ മാത്രം തുടർന്ന് മുന്നോട്ട് പോയാൽ മതി. അതും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. എന്താ ചെയ്യേണ്ടത് എന്ന ആശങ്കയോടെ ആർദ്ര അവിടെ തന്നെ ഇരുന്നു. മാധവൻ്റെ ചിറ്റയുടെ മകൾ ചിന്മയും താനും കോളേജിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഇടയ്ക്ക് അവളെ കോളേജിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനും കൊണ്ടുവരാനും ചെല്ലുമ്പോഴാണ് മാധവനെ കാണാറുള്ളത്. ആദ്യമൊക്കെ ചിന്നുവിൻ്റെ ഏട്ടൻ എന്ന നിലയിൽ ബഹുമാനമായിരുന്നു. പക്ഷേ എപ്പോഴോ ആ ബഹുമാനം ഒരിഷ്ടത്തിലേക്ക് വഴിമാറി. പക്ഷേ ഒരു നോട്ടം പോലും തന്നിലേക്ക് പാറി വീഴാതെ ആ മിഴികളിൽ നോക്കി ഇഷ്ടം പറയാൻ മടിയായതുകൊണ്ടാണ് തൻ്റെ ഇഷ്ടം തനിക്ക് എന്തും പറയാൻ സ്വാതന്ത്ര്യമുള്ള അച്ഛനോട് പറഞ്ഞത്. മേലെടുത്ത് തറവാടിനോട് പണ്ട് മുതലേ ഒരു ചായ്വുള്ള അച്ഛന് അത് സന്തോഷമായിരുന്നു. ആലോചനയുമായി ആദ്യം ചെന്നപ്പോൾ തന്നെ ഇഷ്ടമല്ല എന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ ചിന്നുവും ചിറ്റയുമൊക്കെ പറഞ്ഞിട്ടാണ് കല്യാണത്തിന് സമ്മതിച്ചത്. അതും ഒരു വർഷത്തിന് ശേഷം മാത്രമേ നിശ്ചയം പോലും നടത്താൻ പാടുള്ളൂ എന്നുള്ള നിബന്ധനയിൽ. ആ സമയം കൊണ്ട് പരസ്പരം മനസ്സിലാക്കാനായിരുന്നു. ടേസ്റ്റുകളെല്ലാം ഏകദേശം ഒരേപോലെ ആയതുകൊണ്ട് വളരെ വേഗം തന്നെ പരസ്പരം അടുത്തു. വിവാഹ സ്വപ്നങ്ങളും കാണാൻ തുടങ്ങി. പക്ഷേ അതിപ്പോൾ ഇങ്ങനെയായി. ആർദ്ര നിരാശയോടെ നെടുവീർപ്പിട്ടു. കോഫി തണുത്ത് പാട കെട്ടിയപ്പോൾ ബില്ല് പേ ചെയ്തുകൊണ്ട് ആർദ്ര ഇറങ്ങി. അവൾ പാർക്കിങ്ങിലേക്ക് എത്തിയപ്പോഴേക്കും മാധവൻ്റെ കാർ പോയിരുന്നു. കലങ്ങി മറിയുന്ന മനസ്സുമായി അവൾ തൻ്റെ വണ്ടിയിലേക്ക് കയറി. മാധവ് മനയിലെത്തുമ്പോൾ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു അവിടെ. അതവനെ വല്ലാതെ ദേഷ്യപ്പെടുത്തി. സാധാരണ അവൻ വരുന്ന സമയത്ത് എല്ലാവരും ഉമ്മറത്തെ തിണ്ണയിലിരുന്ന് ചായ കുടിച്ചുകൊണ്ട് അന്നത്തെ വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഇത്രയും വൈകിട്ട് ഉമ്മറത്തെ വിളക്ക് പോലും വെച്ചിട്ടില്ല. ലിവിംഗ് റൂമിലേക്ക് വന്ന മാധവിനെ കണ്ട് എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന പാർവതിയും ജാനകിയും ഒന്ന് നിർത്തി. എന്തിനാ നിർത്തിയത്? പറയാൻ പാടില്ലേ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. ജാനകിയും പാർവതിയും ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. ഇപ്പോഴെല്ലാവർക്കും സമാധാനമായല്ലോ. കല്യാണം വേണ്ടെന്ന് എത്ര തവണ പറഞ്ഞതാ. എന്നെ കെട്ടിക്കാഞ്ഞിട്ട് നിങ്ങൾക്ക് അല്ലായിരുന്നോ ബുദ്ധിമുട്ട്? അനുഭവിച്ചോ? മാധവ് അമർഷത്തോടെ ചോദിച്ചു. ഏട്ടൻ എന്തിനാ അവരോട് ദേഷ്യപ്പെടുന്നത്? അങ്ങോട്ടേക്ക് വന്ന ചിന്നു ചോദിച്ചു. ചിന്നു മിണ്ടാതിരി. ജാനകി അവളെ ശാസിച്ചു. അവളെന്തിനാ മിണ്ടാതിരിക്കുന്നത്? അവളും പറയട്ടെ, മാധവ് പറഞ്ഞു. പിന്നെ ജാനകി ഒന്നും പറഞ്ഞില്ല. ഏട്ടൻ വിഷമിക്കണ്ട. ഏട്ടന് ആർദ്രയെ തന്നെ കല്യാണം കഴിക്കാം. അതിനുള്ള പരിഹാരം അച്ഛനും വല്യച്ഛനും ചെയ്യുന്നുണ്ട്. ചിന്നു സെറ്റിയിൽ നിന്നും അവൻ്റെ ബാഗ് എടുത്തു. ആര് വിഷമിച്ചു? അല്ലെങ്കിലും എനിക്ക് അവളോട് പ്രേമമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മാധവ് ചുണ്ടുകൂട്ടി. അത് വെറുതെ. ഏട്ടന് അവളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് കല്യാണം നടക്കില്ല എന്നറിഞ്ഞപ്പോൾ ഇത്രയും ദേഷ്യം വന്നത്. കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് ചിന്നു പറഞ്ഞു. വലിയ വർത്താനം പറയാതെ പോയേ നീ. എന്തായാലും എനിക്കിനി കല്യാണം വേണ്ട. കൂട്ടിന് ഒരാൾ വേണമെന്ന് തോന്നിയാൽ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ജാതക പൊരുത്തത്തേക്കാൾ മനപ്പൊരുത്തത്തിൽ വിശ്വസിക്കുന്ന ഒരുവളെ. അതും പറഞ്ഞുകൊണ്ട് അവൻ റൂമിലേക്ക് പോയി. നല്ലൊരു ആലോചനയായിരുന്നു. അത് ഇങ്ങനെയായി പോയി. പാർവതിയുടെ ശബ്ദത്തിൽ നിരാശയും വേദനയും ഉണ്ടായിരുന്നു. ഇല്ല വല്യമ്മേ, ഏട്ടൻ ആർദ്രയെ തന്നെ കല്യാണം കഴിക്കും. നോക്കിക്കോ, ചിന്നു ഉറപ്പിച്ചു പറഞ്ഞു. അവർക്ക് ആ കാര്യത്തിൽ പ്രതീക്ഷയില്ലെങ്കിലും എതിർക്കാൻ നിന്നില്ല. ശോകവും മൂകവുമായി ആ പകൽ കൊഴിഞ്ഞു വീണു. രാവിനെ വരവേറ്റു. മഹേശ്വറും മോഹനും സന്ധ്യയ്ക്ക് തുടങ്ങിയ ചർച്ചയാണ്. അതുവരെയായിട്ടും അവസാനിച്ചിട്ടില്ല. വിഷയം മാധവൻ്റെ കല്യാണം തന്നെയാണ്. അവനിനി കല്യാണം വേണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ദോഷം തീർന്നാൽ കല്യാണത്തിന് ആർദ്രയുടെ വീട്ടുകാർക്ക് സമ്മതവുമാണ്. ദോഷത്തിന് എങ്ങനെ പരിഹാരം കാണുമെന്ന് ആലോചിച്ചുകൊണ്ട് ടീപ്പോയിലിരുന്ന സ്കോച്ചിൻ്റെ കുപ്പി 3/4 ഭാഗത്തോളം തീർന്നു. ഏട്ടാ, ഞാനൊരു ഐഡിയ പറയട്ടെ? മദ്യം തലക്ക് പിടിച്ചപ്പോൾ മനോഹരൻ്റെ നാവ് കുഴയാൻ തുടങ്ങി. നീ പറയ്. എത്ര നല്ല സാധനമാണെങ്കിലും ഒരു ലിമിറ്റ് വിട്ട് മഹേശ്വർ കുടിക്കില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് നല്ല ബോധമുണ്ടായിരുന്നു. തൽക്കാലത്തേക്ക് ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലെ പെൺകൊച്ചിനെ കൊണ്ട് മാധവൻ്റെ കല്യാണം നടത്താം. എങ്ങാനും ജാതകത്തിലുള്ളതുപോലെ സംഭവിച്ചാൽ കുറച്ച് പൈസ കൊടുത്താൽ പ്രശ്നം ഒതുക്കണം. അങ്ങനെ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാം. അച്ചാർ തൊട്ട് നാവിൽ വെച്ചുകൊണ്ട് മനോഹരൻ പറഞ്ഞു. എത്രയൊക്കെ ബുദ്ധിമുട്ടിയാലും സ്വന്തം ജീവൻ വെച്ച് ആരെങ്കിലും കളിക്കുമോ? അതുമാത്രമല്ല, കല്യാണം കഴിഞ്ഞാൽ മാത്രം പോരല്ലോ, അവൻ്റെ കുഞ്ഞിനെ അവൾ പ്രസവിക്കുക കൂടെ വേണ്ടേ? എന്നാലല്ലേ അവൻ്റെ ദോഷം മാറൂ. മഹേശ്വർ പ്രതീക്ഷയറ്റ ശബ്ദത്തിൽ പറഞ്ഞു. അതൊക്കെ ഞാൻ റെഡിയാക്കിക്കോളാം. പക്ഷേ ഏട്ടൻ എത്ര ഇതിൽ മുടക്കുമെന്ന് പറയണം. അയാൾ അടുത്ത ഡ്രിങ്ക് മിക്സ് ചെയ്യാൻ തുടങ്ങി. എത്ര വേണമെങ്കിലും മുടക്കാം. മാധവന് ഒരു വിവാഹ ജീവിതം ഉണ്ടായി കണ്ടാൽ മതി. നെഞ്ചിലെ നരകേറിയ രോമങ്ങൾ ഒഴിഞ്ഞുകൊണ്ട് മഹേശ്വർ പറഞ്ഞു.